തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്ന് ആരോപണം. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ കോൺക്രീറ്റ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. റോഡിന്റെ കാന പുനർനിർമ്മിക്കാത്തതിനാൽ കടകളിൽ മഴവെള്ളം കയറുമെന്ന ആശങ്കയിൽ വ്യാപാരികൾ. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ജംഗ്ഷൻ വരെയുള്ള 2 കിലോമീറ്ററിലധികം ദൂരം വരുന്ന റോഡ് 10 കോടി രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. എന്നാൽ നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ മൂലം ഇതിനോടകം തന്നെ നിരവധിയിടങ്ങളിൽ ചെറിയ ചെറിയ കുഴികൾ രൂപപ്പെട്ടു. കൂർക്കഞ്ചേരി ജംഗ്ഷനിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ റീകോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുകയാണ്. റോഡ് പണി ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് നിലവിലുണ്ടായ അപാകതകളെന്നും റോഡ് ഉയർത്തിയെങ്കിലും കാന നിർമ്മിക്കാത്തതിനാൽ മഴവെള്ളം കടകളിലേക്ക് കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പോത്തിങ്കൽ പറഞ്ഞു. 2 മഴ പെയ്തപ്പോഴേക്കും ചില സ്ഥലങ്ങളിലൊക്കെ കുഴികൾ പൊന്തി തുടങ്ങി. അതിൻ്റെ ഉദാഹരണം കൂർക്കഞ്ചേരി അമ്പലത്തിന് മുന്നിൽ തന്നെ കുഴികൾ നിറഞ്ഞിട്ട് കൗൺസിലിൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ പൊളിച്ച് പുതിയതായിട്ട് പണിതു. കുറുപ്പ് റോഡ് വരെയുള്ള ഒരു 48 സ്ഥലങ്ങളിൽ ഇതേപോലെ ചെറിയ ചെറിയ കുഴികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്താൽ കടകളിൽ മുഴുവൻ വെള്ളം ഉറപ്പായിട്ടുണ്ടാവും. ആ കടക്കാരൊക്കെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥയിലാണ്. 2 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ TSO ടെൻഡർ ഒന്നും നടന്നിട്ടില്ല. അതായത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആ പ്രോജക്റ്റ് തന്നെ ഇനി കണി കാണുള്ളൂ. അപ്പോഴേക്കും ഈ മഴക്കാലം കഴിയുകയും ചെയ്യും. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ജംഗ്ഷൻ വരെ റോഡിന് ഇരുവശത്തുമുള്ള കടകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കോൺക്രീറ്റിംഗ് സമയബന്ധിതമായി പൂർത്തീകരിച്ചുവെങ്കിലും പുതിയ കാന നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് വ്യാപാരികളെയും കാൽനട യാത്രികരെയും ആശങ്കാകുലരാക്കുന്നത്. നടപ്പാതയില്ലാത്തതിനാൽ ആളുകൾ റോഡിലൂടെയാണ് ഇറങ്ങി നടക്കുന്നത്. കാനയുടെ പുനർനിർമ്മാണത്തിനായി 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അതിനുള്ള ടെൻഡർ നടപടികൾ പോലും ഇനിയും പൂർത്തിയായിട്ടില്ല. റോഡ് കോൺക്രീറ്റിംഗിന്റെ മിച്ചം വന്ന 40 ലക്ഷം രൂപ ഉപയോഗിച്ച് നിലവിൽ മെട്രോ ജംഗ്ഷനിൽ റോഡിന് ഇരുവശങ്ങളിലുമുള്ള 200 മീറ്റർ ഭാഗത്തെ കാനയുടെ മാത്രം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി ഭാഗത്തെ പണികൾ എന്നാരംഭിക്കാനാകും എന്ന കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ്. വേനൽ മഴയിൽ ഇവിടത്തെ കടകളിൽ വെള്ളം കയറി വ്യാപകമായി നാശം സംഭവിച്ചിരുന്നു. മഴക്കാലം എത്തിയതോടെ ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണെന്ന് വ്യാപാരിയായ വിശ്വനാഥൻ പറയുന്നു. ഈ സീസണിൽ മഴ പെയ്ത എന്തായാലും ഈ മഴവെള്ളം കയറും എന്തായാലും. കാരണം വെച്ചാൽ ഇവിടെ ജനങ്ങൾക്ക് വന്ന് പോകാനും ഇവിടെ ജനങ്ങൾക്ക് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് വെള്ളം, എല്ലാ കടകളിലും വെള്ളം കയറും. ഞങ്ങൾക്ക് ഇവിടെ ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഭയങ്കരമായിട്ട് കയറി കടകളിലേക്ക് കയറി ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ.